ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിൻസ് ഫുഡ് കോർട്ട്. ഞാൻ ഇന്ന് പുതിയ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. വീട്ടിൽ എങ്ങനെ അൽബേക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ ഈസിയായി ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. ആദ്യമായി നമുക്ക് ഒരു വലിയ ബൗളെടുക്കാം. അതിലോട്ട് സീസണിങ് പൗഡർ ചേർക്കാം. സീസണിങ് പൗഡറും വെള്ളവും മിക്സ് ചെയ്ത് അതിൽ ചിക്കൻ ചേർത്ത് ഹാഫ് മണിക്കൂർ വെച്ചാൽ അത് നന്നായിട്ട് ചിക്കൻ വലുതായി വരും. ഇതിൽ നല്ല ഫ്ലേവർ ഉള്ളതുകൊണ്ട് ചിക്കൻ നല്ല ടേസ്റ്റിയായി കിട്ടുകയും ചെയ്യും. ഇനി ബൗളിൻ്റെ 1/4 ഭാഗം നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. അതിൽ മുകളിൽ നിന്ന് താഴോട്ട് ഓരോ വരകൾ ഇട്ടിട്ടുണ്ട്. അതിൽ സ്പൈസസും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ സീസണിങ് പൗഡർ വാട്ടർ മിക്സിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് മുങ്ങുന്ന വിധത്തിൽ ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിലോട്ട് വെക്കുക. നമ്മുടെ ചിക്കന് നല്ല വലിപ്പം കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഉപ്പും സ്പൈസസൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇങ്ങനെ വെള്ളത്തിൽ വെച്ച ചിക്കന് നമുക്ക് ചൂടായ സ്ഥലത്ത് വെക്കുന്നത് നല്ലതല്ല, അധികം ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 8 കാന്താരിമുളകും 4 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും ചേർക്കാം. കാന്താരിമുളക് ഇല്ലെങ്കിൽ ചില്ലി പൗഡറിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ചിക്കൻ്റെ അളവിനനുസരിച്ച് നമുക്ക് ഈ സ്പൈസസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് വെള്ളം 2 ടേബിൾ സ്പൂൺ ചേർക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറൊന്ന് കറക്കി കൊടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചില്ലി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കാന്താരിമുളകും ചില്ലിയും കൂട്ടി അരച്ച് നല്ല റെഡ് കളറായിട്ട് ഇത് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ചില്ലി പേസ്റ്റ് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിലിട്ട് 1/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അതിനുശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പർ കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കനിൽ നമുക്ക് വെള്ളം മാറ്റാം. ഇനി നമുക്ക് ഓരോ ചിക്കൻ കഷ്ണങ്ങളിലും ചില്ലി പേസ്റ്റ് പുരട്ടാം. ഓരോ ചിക്കൻ കഷ്ണങ്ങളുടെയും കട്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കേണ്ടത്. അങ്ങനെ എല്ലാ ചിക്കൻ കഷ്ണങ്ങളിലും നമ്മൾ ചില്ലി മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കോട്ട് ചെയ്യാനുള്ള പൊടി തയ്യാറാക്കാം. കോട്ടിംഗ് മിക്സ് 1/4 കപ്പ്, മൈദ 1/4 കപ്പ്, കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വൈറ്റ് പെപ്പർ 1 ടേബിൾ സ്പൂൺ, ചില്ലി 2 ടേബിൾ സ്പൂൺ. ഇനി ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഓരോ ചിക്കൻ കഷ്ണങ്ങളിലും നമ്മുടെ ഈ കോട്ടിംഗ് മിക്സ് നമുക്ക് പുരട്ടി വെക്കാം. ഇനി അത് വെള്ളത്തിലൊന്ന് മുക്കി 1 സെക്കൻഡ് മുക്കിയെടുത്തതിന് ശേഷം വീണ്ടും കോട്ടിംഗ് മിക്സിലോട്ട് വെക്കുക. വീണ്ടും മിക്സ് തേക്കുക. ചിക്കൻ്റെ 2 സൈഡിലും കോട്ടിംഗ് മിക്സ് പുരട്ടണം. ഇനി നമുക്കത് പ്ലേറ്റിലോട്ട് വെക്കാം. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും അതുപോലെ ചെയ്യുക. അങ്ങനെ എല്ലാം നമ്മൾ കോട്ടിംഗ് മിക്സ് ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മുടെ ഫ്രൈയിങ് പാൻ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ കോട്ട് ചെയ്ത ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, എന്നാലേ ഉൾവശം നന്നായിട്ട് വേവുകയുള്ളൂ. ഞാനിത് 2 പാനിലായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. മറ്റു പാനിലേതും അതുപോലെ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ഗോൾഡൻ കളറായിട്ടുണ്ട്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ എണ്ണയൊക്കെ ടിഷ്യൂ വലിച്ചെടുത്തോളും. അങ്ങനെ നമ്മുടെ സ്പൈസി അൽബേക്ക് ചിക്കൻ ബ്രോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ കണ്ട് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.